ഇതൊരു മാംഗോ പുഡിംഗ് ആണ്. ആക്ടർ അഹാന കൃഷ്ണ ട്രെൻഡിങ് ആക്കിയിട്ടുള്ള ഇപ്പോഴത്തെ ഹെൽത്തി മാംഗോ ട്രൈഫിൾ പുഡിംഗ് ആണ് കേട്ടോ. പേരിലൊക്കെ ഒരു ഗുമ്മുണ്ടില്ലേ, എന്നാൽ അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് നോക്കിയാലോ. ഈ പുഡിംഗ് ഉണ്ടാക്കാനായിട്ട് ഷുഗറോ പാലോ ക്രീമോ ഒന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് കോക്കനട്ട് മിൽക്കാണ് കേട്ടോ. പിന്നെ വേണ്ടത് ഹണിയാണ്. ഞാൻ ഇതുപോലെ ചെറിയൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂട്ടിയെ കുറക്കൊക്കെ ചെയ്യാം. പിന്നെ വേണ്ടത് മാംഗോ ആണ്. നല്ല പഴുത്ത മാംഗോ ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ ഷുഗർ ഒന്നും ചേർക്കണ്ട. പിന്നെ വേണ്ടത് ബ്രെഡാണ് കേട്ടോ. വീറ്റ് ബ്രെഡാണ് കറക്റ്റ് ഇതിന് ഹെൽത്തി പുഡിംഗ് ആക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. ഞാനിവിടെ ആർക്കും അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് നോർമൽ ബ്രെഡ് എടുത്തിട്ടുള്ളത്. വീറ്റ് ബ്രെഡ് ഇഷ്ടമുള്ളവർ അത് തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് മാംഗോ പ്യൂരിയാണ്. അത് ഞാൻ ജസ്റ്റ് വേറൊരു മാംഗോ എടുത്തിട്ട് ഷുഗറോ വെള്ളമോ ഒന്നും ചേർക്കാണ്ട് തന്നെ മിക്സിയിൽ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ചെറിയ പീസസ് ഒക്കെ അതിലുണ്ട്, ഫുള്ളായിട്ട് പേസ്റ്റ് ആക്കിയിട്ടില്ല. ഇനി ഫസ്റ്റ് സ്റ്റെപ്പ് നോക്കാം. കോക്കനട്ട് മിൽക്കിലേക്ക് നമ്മൾ കുറച്ച് ഹണി ചേർക്കുക. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഷുഗർ ഒന്നും ആഡ് ചെയ്യരുത്. പിന്നെ ഇതുപോലെ ബ്രെഡിൻ്റെ എല്ലാ വശവും ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം കേട്ടോ. നമുക്ക് ആ ഉള്ളിലത്തെ വൈറ്റ് പാർട്ട് മാത്രം മതി. അത് എത്ര ലെയറാണോ സെറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് വെച്ചെങ്കിൽ അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുത്താൽ മതി കേട്ടോ. ഇനി പുഡിംഗ് സെറ്റ് ചെയ്ത് തുടങ്ങാം. ആദ്യം തന്നെ ഇതുപോലെ ട്രേ എടുത്തിട്ട് അതിലേക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. ആ ട്രേ കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്രെഡ് കവർ ചെയ്യണം കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്തിട്ട് എല്ലാ ഭാഗമൊക്കെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി കോക്കനട്ട് മിൽക്ക് ഇതിൻ്റെ മീതെ കൂടെ ഒഴിച്ച് കൊടുക്കുക. കോക്കനട്ട് മിൽക്കും ഹണിയും കൂടി ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, അതാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ബ്രെഡ് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തും നല്ലോണം ഒഴിച്ച് കൊടുക്കണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കേട്ടോ. കോക്കനട്ട് പൗഡർ മേടിച്ചിട്ട് അത് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒറിജിനൽ കോക്കനട്ട് മിൽക്ക് തന്നെയാണ്, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. ഇനി നെക്സ്റ്റ് ലെയറായിട്ട് മാംഗോ കട്ട് ചെയ്തതാണ് വെക്കേണ്ടത്. അത് എല്ലാ ഭാഗത്തും തന്നെ അത്യാവശ്യം തിക്നെസ്സിൽ തന്നെ കൊടുക്കുക. ഇനി വീണ്ടും ഇതേ പ്രോസസ്സ് തന്നെ വീണ്ടും അടുത്ത സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യാം കേട്ടോ. ആദ്യം ബ്രെഡ് സ്ലൈസ് വെക്കുക. അത് എടുത്ത ട്രേയുടെ എല്ലാ ഭാഗത്തും തന്നെ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ വെക്കുക കേട്ടോ. വീണ്ടും കോക്കനട്ട് മിൽക്ക് ഇതേപോലെ തന്നെ ബ്രെഡിൻ്റെ മുകളിലൂടെ ഒഴിച്ചിട്ട് ബ്രെഡ് ഒന്ന് അബ്സോർവ് ചെയ്യുന്ന രീതിയിൽ എല്ലായിടത്തും ഒഴിച്ച് കൊടുക്കുക. ഈ കോക്കനട്ട് മിൽക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റാണ് കേട്ടോ. ഹണിയൊക്കെ ചേർത്ത് വരുമ്പോൾ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. വീണ്ടും എന്താ നേരത്തെ ചെയ്ത പോലെ തന്നെ അതേ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക. മാംഗോസ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ കവർ ചെയ്യുക. ഞാൻ 2 സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി മാംഗോ കംപ്ലീറ്റ് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ പ്രോസസ്സൊക്കെ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ബ്രെഡ് വെക്കുക, അതിൻ്റെ മീതെ വീണ്ടും കോക്കനട്ട് മിൽക്ക് ഒഴിച്ച് കൊടുക്കുക. ഇനി കംപ്ലീറ്റ് ആയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുക ഫുള്ളായിട്ട്. പിന്നെ അതിൻ്റെ മീതെ മാംഗോ കട്ട് ചെയ്തതല്ല, മാംഗോ പ്യൂരിയാണ്. നേരത്തെ ഫസ്റ്റിൽ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാംഗോ പ്യൂരിയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് തന്നെ കുറച്ചല്ലേ ഉള്ളൂ, ഫുള്ളായിട്ട് തന്നെ എല്ലായിടത്തും കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത് ശരിക്ക് ബ്രെഡാണ് ഏറ്റവും ടോപ്പിൽ ഉണ്ടാവുക. എന്നാലും കാണാനൊരു ഭംഗിക്കും ഒക്കെ വേണ്ടിയിട്ട്, ഒരു കഴിക്കുമ്പോൾ ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ മാംഗോ പ്യൂരി വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ലുക്കായാലോ. കഴിക്കുന്നതിനൊപ്പം കാണാനും കൂടി കുറച്ച് ഭംഗിയുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായില്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് മാംഗോ പ്യൂരി ഒന്ന് വെറുതെ വെച്ച് കൊടുത്ത് അതിൻ്റെ മീതെ മാംഗോ കട്ട് ചെയ്തതായാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഇനി ബ്രെഡ് തന്നെ ഏറ്റവും ടോപ്പിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് ഇതുപോലെ തന്നെ ഡയറക്റ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തണുപ്പിച്ചതിന് ശേഷം എടുത്ത് കഴിക്കാം. എനിക്ക് അതിനുള്ള ക്ഷമയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്താ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര പെട്ടെന്ന് പുഡിംഗ് റെഡി ആയതില്ലേ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം ചാനലൊന്ന് കയറി നോക്കിയിട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.